ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. അപ്പോൾ മക്കളെ, എല്ലാ ആൾക്കാർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് മക്കളെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നല്ലേ, നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു വർഷത്തെ പ്രധാനപ്പെട്ട ആദ്യത്തെ എക്സാമിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അല്ലേ. നമ്മുടെ ഓഗസ്റ്റ് മാസത്തിനകത്ത് നമുക്ക് ഓണം എക്സാം വരാൻ പോവുകയാണ്. മക്കളെ, നിങ്ങൾ നോക്കി നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു വർഷം 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പേരൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇവരെല്ലാ ആളുകളും നോക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാമിന് കിട്ടുന്ന മാർക്കാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിലൊക്കെ ഉള്ള അവസ്ഥ നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഓണം എക്സാമിന് എത്രത്തോളം മാർക്ക് കിട്ടുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഷഫിൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും മികച്ച ക്ലാസ്സിനകത്ത് നമ്മൾ ഉൾച്ചേരുക, അല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ല റേഞ്ചുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ പഠിക്കാനിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളും പഠിക്കാനൊക്കെ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും എന്താവും, ആ ലെവലിലേക്ക് നമ്മളെയൊക്കെ മാർക്കുകളൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ഉയരുന്നുള്ളതാണ്. അവസാനമൊക്കെ വരുന്ന സമയത്ത് ഒരു ഫുൾ A+ ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് നമ്മൾ തുടങ്ങണം. അങ്ങനെ മികച്ച ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മൾ എത്തേണ്ടതുണ്ട്. അതിനെവിടെ പഠിക്കണം, ഓണം എക്സാമിന് നല്ല മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഓണം എക്സാമിൽ മാർക്ക് നേടുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം നിങ്ങൾ തന്നെ കുറേ ആൾക്കാർ ഓഫ്ലൈൻ ആയിട്ടൊക്കെ ട്യൂഷനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവാം. ഇതുപോലെ തന്നെ ചില ആളുകളൊക്കെ ആണെങ്കിൽ യൂട്യൂബിനകത്തൊക്കെ ക്ലാസ്സുകളൊക്കെ ഉള്ളതൊക്കെ കാണാം. ഇപ്പൊ യൂട്യൂബിനകത്തുള്ള ക്ലാസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് ചാനലുകളുണ്ട്. അതിലൊക്കെ ഉള്ള ക്ലാസ്സുകളൊന്നും ഓർഡർ ആയിട്ട് നമുക്ക് കിട്ടില്ല അല്ലെ. അതായത് ഒരു സബ്ജക്ട് വൈസ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഓർഡറിലൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. പലതും എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററിന്റെ തന്നെ നമുക്ക് തൊട്ടടുത്ത് വീഡിയോസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാണാൻ വേണ്ടി പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഓരോ വീഡിയോസും കണ്ടെത്താൻ. മക്കളെ, അങ്ങനെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്തുണ്ട്. മക്കളെ, ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെയൊന്നും പ്രയാസമില്ലാതെ വളരെ ചീപ്പ് റേറ്റിൽ, ഏറ്റവും കുറഞ്ഞ റേറ്റിനകത്ത് സൈലത്തിന്റെ ഒരു കിടിലൻ ബാച്ച് ഉണ്ട്. ഓൾറെഡി എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ് അസ്ത്ര ബാച്ച്. മകളെ ശ്രദ്ധിച്ചാൽ മതി, ഏകദേശം ഒരു 30,000-ഓളം കുട്ടികൾ എന്ത് ചെയ്യാണ്, ഓൾറെഡി അസ്ത്ര ബാച്ചിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഒരു ബാച്ച് തുടങ്ങി, അതിന്റെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ബാച്ച് എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും തന്നെ ഏകദേശം ഒരു 30,000 കുട്ടികൾക്ക് മേലെ എന്ത് ചെയ്തു, അസ്ത്രയ്ക്കകത്ത് ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനകത്ത് അസ്ത്രയിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്താൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സുകൾ. അത് വേറൊന്നുമല്ല, നിങ്ങൾ അസ്ത്രയുടെ ജസ്റ്റ് ഫീച്ചേഴ്സുകൾ ഒന്ന് നോക്കിയാൽ മതി. മകളെ, ഒന്ന് പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഈ പിക്ചറിനകത്ത് കാണുന്ന, ഈ യൂട്യൂബിനകത്ത് നിങ്ങൾ സൈലത്തിനകത്ത് കാണുന്ന എല്ലാ പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസിന്റെയും ക്ലാസ്സുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി അത് കൂടാതെ മക്കളെ, നിങ്ങൾ നോക്കി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. ടൈം ടേബിൾ വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് ഈ പറയുന്ന എക്സാമുകൾ നടക്കും. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ചോദ്യമല്ല വേണ്ടത്, അതൊക്കെ എന്ത് ചെയ്യും, ഇതിനകത്ത് തരും. അതേപോലെ തന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാവും. പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ടീച്ചേഴ്സിനോടൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ചോദിക്കാം. അതിന്റെ മറുപടി എന്ത് ചെയ്യും, ഞങ്ങൾ തരും. ഇത്തരത്തിലേക്കുള്ള കിഡിലൻ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോട്ട്സ്, അതുപോലെ തന്നെ സെമിനാറൊക്കെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകളൊക്കെ എന്താണ്, അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരത്തിലേക്കുള്ള കിഡിലൻ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളാണ് അസ്ത്രയ്ക്കകത്തുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഒട്ടും തന്നെ എന്ത് ചെയ്യേണ്ട, നിങ്ങളൊന്നും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അസ്ത്രയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ചേരുക. നമുക്ക് ഈ ഓണം എക്സാം എന്ത് ചെയ്യണം, അടിപൊളി മാർക്ക് നമുക്ക് നേടണം. എന്നാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, മക്കളെ, ഓണം എക്സാമിനകത്ത് സോഷ്യൽ സയൻസിൽ നിങ്ങൾക്കറിയാം 6 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട, നമ്മൾ സാധാരണ പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി എന്നാണെന്നല്ലോ പറയാം അല്ലെ. അതിനകത്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഹിസ്റ്ററി ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ് സാമൂഹിക വിശകലനം. ശ്രദ്ധിച്ചോളൂ, സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കുന്നത് ഡിഫൈൻ കോമൺ സെൻസ് നോളജ്. എന്താണ് കോമൺ സെൻസ് നോളജ് അല്ലേ? കോമൺ സെൻസ് നോളജ് പലപ്പോഴും നമ്മളോടൊക്കെ പല ആൾക്കാരും വരാറുണ്ട്, നിനക്കൊരു കോമൺ സെൻസ് ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം എന്ന് പറഞ്ഞാൽ, മകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള സംഭവം ഒന്നല്ല. അത് ഭയങ്കര എന്താ പറയാ, അത് സത്യമായിട്ടുള്ള സാധനം, അല്ലെങ്കിൽ എന്തല്ല ഫുള്ളായിട്ട് അതുപോലെ ശരിയായിട്ടുള്ള സംഭവം ഒന്നുമല്ല. അപ്പൊ നമുക്ക് എന്താണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ നോക്കണേ, കോമൺ സെൻസ് നോളജ് ഈസ് എ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. കോമൺ സെൻസ് നോളജ് ഈസ് എ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽസ് അക്വയർ അബൌട്ട് ദ വേൾഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ്, സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് കൾച്ചറൽ നോളജ്. മകളെ, പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്ക്, വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ
വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം. അപ്പൊ മക്കൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ ലോകത്തിനെ കുറിച്ച് നേടുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ നേടുക? വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ, പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ, സാമൂഹിക ഇടപെടൽ, സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ, അതേപോലെ തന്നെ കൾച്ചറൽ നോളേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സാംസ്കാരികമായിട്ടുള്ള അറിവുകളിലൂടെ, ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ലോകത്തിനെ കുറിച്ച് നമ്മൾ അറിയുന്ന അറിവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി അവിടെ അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, ഈ അറിവുകൾ ഔപചാരികങ്ങളല്ല എന്ന് പറയുന്നുണ്ട്. മക്കളെ, ഇത് ഔപചാരികങ്ങളല്ല. ദിസ് ഇസ് നോട്ട് ഫോർമൽ നോളേജ്. ഇത് ഔപചാരികമാണ്, ഇതൊരു ഫോർമൽ നോളേജ്. ഇറ്റ് ഈസ് നോട്ട് എ ഫോർമൽ നോളേജ്. മക്കൾ മനസ്സിലാക്കേണ്ടത്, ഇത് മുഴുവനായിട്ടും ശരിയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല കേട്ടോ. ഒക്കെ ചില ആളുകളുടെയൊക്കെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ പറഞ്ഞും കേട്ടും വരുന്ന സാധനങ്ങളാണ്. അപ്പൊ എല്ലാം ശരിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, കോമൺ സെൻസ് നോളേജ് എന്ന് പറഞ്ഞാൽ അതെന്തല്ല, ഭയങ്കര ആധികാരികമാണ് എന്ന് മക്കൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് അത് എന്താണ്, ഈ നോളേജിനകത്തൊരു താഴെ വരുന്ന ഒരു സാധനം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, നിനക്കൊരു കോമൺ സെൻസ് നോളേജ് എങ്കിലും, ഒരു കോമൺ സെൻസ് എങ്കിലും ഇല്ലേ എന്ന് ചോദിക്കാറില്ലേ. അപ്പൊ എന്താ, അതെങ്കിലും ഇല്ലേ, അതായത് ആ അറിവെങ്കിലും, ആ കുഞ്ഞു അറിവെങ്കിലും നിനക്കില്ലേ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം വരികയാണെങ്കിൽ, വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് കോമൺ സെൻസ് നോളേജ് ഡെവലപ്പ്? എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യം മക്കളെ. അതായത് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ് ഈ കോമൺ സെൻസ് നോളേജ് ഉണ്ടാകുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് അല്ലേ. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന കോമൺ സെൻസ് നോളേജ് ഇതുപോലെ തന്നെ നേടിയെടുക്കുന്നത്? ഒന്ന്, പ്രധാനമായിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലേ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസസ്. മക്കളെ, വ്യക്തിഗത അനുഭവങ്ങളിലൂടെ ഓരോ ആൾക്കാരോട് നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോളേജ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് വൺ, ത്രൂ ജനറൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളിലൂടെ, പൊതു നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറിവ് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ത്രൂ നോബ്സ് ആണ്, ഈ പറഞ്ഞ വഴക്കങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രാക്ടീസസ് ആണ്, ത്രൂ പ്രാക്ടീസസ് അല്ലെങ്കിൽ ശീലങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ത്രൂ ബിലീഫ്സ് അല്ലെ, വിശ്വാസങ്ങളിലൂടെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഈ ഒരു രീതിയിലേക്കൊക്കെയാണ് നമുക്ക് കോമൺ സെൻസ് നോളേജ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എങ്ങനെയൊക്കെയാണ്? പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ, പ്രധാനപ്പെട്ട വ്യക്തിഗത അനുഭവങ്ങളിലൂടെ. നമ്മൾ വ്യക്തികളായിട്ടൊക്കെ പല കാര്യങ്ങളും ഷെയർ ചെയ്യല്ലോ, അങ്ങനെ അവരവരെ അനുഭവങ്ങളൊക്കെ പറയില്ലേ, ഓരോ ആൾക്കാരും അവരുടെ അനുഭവങ്ങളൊക്കെ പറയും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കുക, ജനറൽ ഒബ്സർവേഷൻസ് അല്ലെ, നിരീക്ഷണത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിരീക്ഷിക്കാം അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ പല ആൾക്കാരും പല ആൾക്കാരെ നിരീക്ഷിക്കാറുണ്ടാവും അല്ലെ. അങ്ങനെ ആ നിരീക്ഷണത്തിലൂടെ പല അറിവുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പല അനുഭവങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. നിരീക്ഷണം ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ അതൊരു അതൊരു ചിലപ്പം ഒരു പരീക്ഷണമായി മാറാറുണ്ട് അല്ലേ. പല ആൾക്കാർക്കും അറിയാം ഞാൻ എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞു വരുന്നില്ല. അതേപോലെ തന്നെ മക്കളെ, നോംസ് അല്ലെങ്കിൽ വഴക്കങ്ങളിലൂടെ, കുറെ വഴക്കങ്ങളിലെ പണ്ട് മുതലേ നമുക്ക് ശീലിക്കുന്ന കുറെ വഴക്കങ്ങളുണ്ട് അല്ലേ. അതിലൂടെ നമുക്ക് കുറെ അറിവ് കിട്ടുന്നുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കണം, ബ്രഷ് ചെയ്യണം അല്ലേ. ഒരു വഴക്കായിട്ട് ഇങ്ങനെ പിന്തുടരുന്ന സാധനമാണ്. അതിലൂടെ ഒരു അറിവ് കിട്ടുന്നുണ്ട് അല്ലേ, നമുക്കൊരു അറിവ് കിട്ടുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ പ്രാക്ടീസസ് അല്ലെ, ശീലങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കുറെ ശീലങ്ങൾ നമ്മൾ ചെയ്തതിലൂടെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. അതുപോലെ വിശ്വാസങ്ങളിലൂടെ, ചില വിശ്വാസങ്ങൾ നമുക്കുണ്ട്, അതിലൂടെ അറിവ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് വരിക കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോളൂ, ഈ രീതിയിലേക്ക് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, റെഡി. ഇനി അടുത്തത് അങ്ങനത്തെ നെക്സ്റ്റ് ഒരു ചോദ്യം മക്കളെ, അടുത്ത ചോദ്യം നോക്ക് മക്കളെ. നെക്സ്റ്റ് വൺ നോക്ക്, സാമാന്യ നോക്കണേ. ക്യാൻ വി ഓൾവേസ് റിലേ ഓൺ കോമൺ സെൻസ് നോളേജ് ഫോർ സോൾവിങ് അവർ പ്രോബ്ലംസ്? ഗീവ് റീസൺസ്. മക്കളെ, അവിടെ ചോദിച്ച ചോദ്യം, സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കായി എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട്? അതായത് നമ്മുടെ ഈ പറഞ്ഞ കോമൺ സെൻസ് നോളേജിലുള്ള പ്രധാനപ്പെട്ട അറിവുകളൊക്കെ അല്ലേ, അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പം നമുക്ക് ആ നോളേജ് വെച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. മക്കളെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നോ എന്നാണ്. അതായത് നമുക്ക് കഴിയില്ല. അതായത് കോമൺ സെൻസ് നോളേജ് ഞാൻ പറഞ്ഞല്ലോ, അത് ഫോർമൽ അല്ല, ഇറ്റ് ഈസ് നോട്ട് ഫോർമൽ. അതായത് ഔപചാരിക അറിവല്ല. ഇത് കംപ്ലീറ്റ് ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ആ കോമൺ സെൻസ് നോളേജ് വെച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ അവിടെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കോമൺ സെൻസ് നോളേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ കോമൺ സെൻസ് നോളേജിന്റെ പ്രശ്നങ്ങളാണ് പറയേണ്ടത്. അപ്പൊ ശരിക്കും അവിടെ ഉദ്ദേശിച്ചത് കോമൺ സെൻസ് നോളേജിന്റെ പരിമിതികളാണ്. അതായത് എന്താണ് കോമൺ സെൻസ് നോളേജിന്റെ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതി എന്താണ്? ഞാൻ പറയുന്നത്, ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇതാണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്. ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളേജ് ആണ്. ഈ സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികളാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് ചോദിക്കും. അപ്പം ഈ കാണുന്ന ഈ ഒരു ചോദ്യവും എന്താണ്, സെയിം ആണ്. മനസ്സിലാക്കി കേട്ടോ. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതിയാണ്, ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളേജ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പറയാനുള്ളത് കേട്ടോ. അതാണ് നമുക്ക് ഉള്ളത്. മക്കളെ, നിങ്ങൾ നോക്ക്,
നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് എന്ത് ചെയ്യാം പോകാം, ഓരോ ലിമിറ്റേഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം പോകാം. അതിൽ ഫസ്റ്റ് ലിമിറ്റേഷൻ നോക്കട്ടെ. ഫസ്റ്റ് ലിമിറ്റേഷൻ നിങ്ങൾക്ക് കാണാം, സച്ച് കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൻ പാർഷ്യൽ അല്ലേ. അവിടെ പറഞ്ഞിട്ട് സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ്. അത് പൂർണ്ണമല്ല, ഭാഗികമാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ് നോക്ക്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നാച്ചുറൽ, ഹ്യൂമൻ ആക്ഷൻ ഹാവ് നോ റോൾ ഇൻ ഇറ്റ്. അവിടെ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു, മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. കോമൺ സെൻസ് നോളജിലാണ് ഇവരിങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആർക്കും കൂടി പങ്കുണ്ട്, മനുഷ്യരും കൂടി പങ്കുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ജോഗ്രഫിക്കകത്ത് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട സെക്കൻഡ് ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ക്ലൈമാറ്റിക് റീജൻസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ ഒക്കെ 2 ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിലൊന്ന് മനുഷ്യനും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് നാച്ചുറൽ ആയിട്ട് നടക്കുന്നതുകൊണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമൺ സെൻസ് നോളജ് പ്രകാരം ഇവർ പറഞ്ഞ വാദം എന്താണ്, തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കോമൺ സെൻസ് നോളജിലുള്ള ഐഡിയാസ് നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾ നോക്കിയോ, അടുത്തത് ഇവർ കോമൺ സെൻസ് നോളജിലുള്ള ഒരു ഐഡിയ ആണ്. നോക്കണേ, കോമൺ സെൻസ് നോളജ് ദസ് റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ആൻഡ് പ്രാക്ടീസസ് അല്ലേ. സാമാന്യ ബോധജ്ഞാനം ഊഹാപോഹങ്ങളെയും ശീലങ്ങളെയും ആശ്രയിക്കുന്നു. അതായത് കോമൺ സെൻസ് നോളജിനകത്ത് കുറെ ഊഹാപോഹങ്ങളും കുറെ ശീലങ്ങളും ആണുള്ളത്, കുറെ സ്പെക്കുലേഷൻസും പ്രാക്ടീസസും ആണുള്ളത്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്, അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ. എ ഹൈ സ്കോർ ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ഇഫ് യു സ്റ്റഡി ഫോർ ലോങ്ങർ ഹവേഴ്സ് അല്ലേ. കൂടുതൽ സമയം ഇരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ മാർക്ക് നേടാൻ പറ്റൂ. അങ്ങനെ ഒരിക്കലുമില്ല. നിങ്ങൾ കൂടുതൽ സമയം ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എത്ര സമയമാണോ ഇരിക്കുന്നത് ആ സമയം നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക മാർക്ക് കിട്ടുക. അതായത് നിങ്ങളിപ്പോൾ ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ തുടർച്ചയായിട്ട് നിങ്ങൾ ഇരിക്കുന്നു, പഠിക്കാനാണ് ഇരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ മൈൻഡൊന്നും അവിടെ പഠിക്കാനല്ല മറ്റു പല ആക്ടിവിറ്റീസിലാണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. പകരം നിങ്ങൾ പഠിക്കുന്നത് ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെയാണെന്ന് വിചാരിക്കുക. അത് വളരെ എഫക്റ്റീവ് ആണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പൊ അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ ഈ ഒരു വാദം എന്താണ്, തെറ്റാണ് അല്ലെ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അടുത്ത നോക്ക്, കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ ബേസ്ഡ് അപ്പോൺ സ്റ്റീരിയോ ടൈപ്പ് അല്ലെ. സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയാണ്. കോമൺ സെൻസ് നോളജിൽ എപ്പോഴും എന്താണ്, വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയാണ് ഇവർ എന്ത് ചെയ്യുക പറയാം. ഒരു എക്സാമ്പിൾ അവിടെ പറയാണ് നോക്കട്ടെ. കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ്. ടീനേജേഴ്സ് ഓൾവേസ് റിബല്യസ് ആൻഡ് ഇറസ്പോൺസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ടീനേജേഴ്സ് കൗമാരക്കാരിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പ്രശ്നക്കാരൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഒരാൾക്കാർ പ്രശ്നക്കാരുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ ടീനേജേഴ്സും അല്ലെങ്കിൽ എല്ലാ കൗമാരക്കാരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഏതെങ്കിലും 1-2 ആൾക്കാരൊക്കെ, അതിപ്പോ എല്ലാത്തിലും ഇല്ലേ, ടീനേജേഴ്സ് മാത്രമല്ലല്ലോ, എല്ലാ സെക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാരിൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നക്കാരുണ്ട്. അങ്ങനെ ഏതെങ്കിലും 1-2 ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, കേരളത്തിനകത്ത് നമുക്കറിയാം ഫ്ലഡ് വന്ന സമയത്ത് അല്ലേ, കേരളത്തിനകത്ത് 2018 ഫ്ലഡ് വന്ന സമയത്ത് അവരെ ഈ പറഞ്ഞ ഓരോ സ്ഥലങ്ങളിൽ പെട്ടുപോയ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് ഈ പറഞ്ഞ ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയതിലെ, ഈ പറഞ്ഞ കൗമാരക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയത്. അതുകൊണ്ട് മക്കളെ നമുക്ക് ഇത്തരത്തിലേക്കുള്ള ഇവർ പറയുന്ന വാദമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ പറഞ്ഞ കോമൺ സെൻസ് നോളജിൽ പറഞ്ഞ ഈ സാധനങ്ങൾ എന്താണ്, തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോ, കോമൺ സെൻസ് നോളജ് എപ്പോഴും സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ വാർപ്പ് മാതൃകകളെ ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത് നോക്കണേ, അടുത്ത് കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ ബേസ്ഡ് അപ്പോൺ സയന്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് സ്റ്റഡീസ് അല്ലേ. അവിടെ പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട്, സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കി, അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്, ഈറ്റിംഗ് ടിൽ യു ആർ ഫുൾ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. മക്കളെ നമുക്കറിയാലോ, വയറ് നിറച്ച് നമ്മൾ ആഹാരം കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറെ ഹെൽത്ത് ഇഷ്യൂസ് വരും, ഉറപ്പല്ലേ, നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ പറയുന്ന ഈ ഒരു വാദം എന്താണ്, ഇത് തെറ്റല്ലേ, ഇവർ പറയുന്നത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കോമൺ സെൻസ് നോളജിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് നമ്മൾ ഇവർ പറയുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ തന്നെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടി പറയുന്നത് നോക്കിയോളൂ, അതുകൂടി നോക്കണേ. ഇൻഡിവിജ്വൽസ് പ്രോബ്ലം ഓർ കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് പ്രോപ്പർലി യൂസിങ് കോമൺ സെൻസ് നോളജ്. മക്കൾ ശ്രദ്ധിക്കണേ, സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, പ്രൊവൈഡിംഗ് ടെമ്പററി ഷെൽട്ടേഴ്സ് ക്യാൻ സോൾവ് ഹൗസിംഗ് പ്രോബ്ലംസ്. താൽക്കാലിക വീടുകൾ നൽകിയാൽ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം. മക്കളെ ശ്രദ്ധിക്കുക, താൽക്കാലികമായിട്ട് നമുക്ക് എന്തോ ഷെഡോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാർപ്പിട പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം,
ശാശ്വതമായ ഒരു പരിഹാരം വേണം. അപ്പോൾ ഇങ്ങനെ ഭൂമിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഒരു സ്വന്തമായ ഒരു ഭൂമി കൊടുത്ത് അവർക്ക് നല്ലൊരു ജോലിയൊക്കെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഒരു നല്ലൊരു പാർപ്പിടമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അതിനുള്ള കപ്പാസിറ്റിയിലേക്ക് അവരെ ഉയർത്തുകയാണ് എന്ത് ചെയ്യുന്നത് വേണ്ടത് അല്ലേ. അല്ലാതെ ഇതുപോലെ തന്നെ ഒരു താൽക്കാലികമായിട്ട് വീട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്കി എല്ലാം സോൾവ് ആയി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടതാ നിങ്ങൾ നോക്ക്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് കണ്ടോ. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജിലൂടെ ലഭിക്കുന്ന അറിവുകൾ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് നമ്മൾ ഈ പറയുന്ന ഇത്രയും പറഞ്ഞ പോയിന്റുകളൊക്കെ എഴുതേണ്ടത്. അതിന്റെ പോയിന്റ്സുകളാട്ടോ ഇത്രയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെ ലിമിറ്റേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് നേരത്തെ പഠിച്ച പോയിന്റുകളൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ അത് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, ഈ പോയിന്റുകളൊക്കെ പഠിച്ചാലും മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് മക്കളെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എല്ലാം നമ്മൾ പറഞ്ഞ ഓരോരോ പോയിന്റുകൾ തന്നെയാണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, റെഡിയല്ലേ? 1 2 3 4 5 പോയിന്റ്സ്. ഓക്കെ, റെഡി. അപ്പൊ മക്കളെ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ മക്കളോട് പറയാനുള്ളത്, നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനിയും വരും. അപ്പൊ എനിക്ക് പറയാനുള്ളത് മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം എക്സാം ആണ് നമുക്ക് മുൻപിലുള്ളത്. അപ്പൊ ഓണം എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടി ഇതുപോലെ തന്നെ ക്ലാസ്സിലെ ടോപ്പർ ആവുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അല്ലേ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫുൾ A+ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കുപോക്ക് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓണം എക്സാമിലെ മാർക്കോടുകൂടി അറിയാം. അപ്പൊ അതുകൊണ്ട് മക്കളെ എല്ലാ ആൾക്കാരും എനിക്ക് പറയാനുള്ളത്, ഇതുവരെ ഇത് ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ താമസിക്കേണ്ട, ഉടനെ തന്നെ എന്ത് ചെയ്യുക, അസ്ത്ര 2.0 ഭാഗമായി മാറുക. എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഈ മാർക്ക് നേടാം. ഇപ്പൊ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, സാറേ ഇനി ലാസ്റ്റ് ചേർന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ മുൻപുള്ള ക്ലാസ് കിട്ടുമെന്ന്. മക്കളെ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട കേട്ടോ. നിങ്ങൾ എപ്പോൾ ചേരുന്നോ നിങ്ങൾക്ക് അന്നേരം എന്ത് ചെയ്യാം, മുൻപുള്ള ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു വിഷയമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ലേറ്റ് ആയി വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ചേരാതിരിക്കേണ്ട. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. സൈലൻ നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കാണാം മക്കളെ കേട്ടോ, കാണാം. യെസ്, കാണാം മക്കളെ. ബൈ എവരിവൺ.